2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ചെലവിട്ടത് ഏകദേശം 1494 കോടി രൂപയാണ് എന്ന് തെരഞ്ഞെടുപ്പ് അവകാശ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. ഇത് മൊത്തം തെരഞ്ഞെടുപ്പ് ചെലവിന്റെ 44.56% എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 32 ദേശീയ പ്രാദേശിക പാർട്ടികളുടെ രേഖകൾ വിശകലനം ചെയ്തതിൽ 620 കോടി രൂപ, അതായത് മൊത്തം ചെലവിന്റെ 18.5% കോൺഗ്രസിൻ്റെതാണ്. 2024 മാർച്ച് 16 ജൂൺ 6 ഇടയിൽ ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നിവിടങ്ങളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇരു പാർട്ടികളും ചെലവാക്കിയത് 3352 കോടി 81 ലക്ഷം രൂപയാണ്. ഇതിൽ 2204 കോടി രൂപയിലധികം, അതായത് 65%-ലധികം ദേശീയ പാർട്ടികളാണ് ചെലവഴിച്ചത്. മൊത്തം ഫണ്ടിൽ ദേശീയ പാർട്ടികൾ 6930.246 കോടി രൂപ, അതായത് 93% പിരിച്ചെടുത്തപ്പോൾ പ്രാദേശിക പാർട്ടികൾ 515 കോടി 32 ലക്ഷം രൂപ, അതായത് വെറും 6% സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന് 90 ദിവസത്തിനുള്ളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പിന് 75 ദിവസത്തിനുള്ളിലും രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ, അതായത് ECക്ക് മുൻപാകെ സമർപ്പിക്കേണ്ട നിർബന്ധിത ചെലവ് പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലാണ് വിശകലനം. ADR റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലും ഗണ്യമായ കാലതാമസം കണ്ടെത്തിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പ്രസ്താവന 168 ദിവസം വൈകിയും BJPയുടേത് 139 മുതൽ 154 ദിവസം വരെ വൈകിയുമാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി കോൺഗ്രസ് മാത്രമാണ് ഏകീകൃത റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. യാത്രാ ചെലവുകൾ 795 കോടിക്ക് അടുത്ത് വന്നപ്പോൾ 402 കോടി രൂപയാണ് സ്ഥാനാർത്ഥികൾക്ക് ഒറ്റ തവണയായി നൽകിയ കണക്ക്. പാർട്ടികൾ വെർച്വൽ പ്രചാരണങ്ങൾക്കായി 132 കോടി രൂപയും സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം പ്രസിദ്ധീകരിക്കുന്നതിന് 28 കോടി രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. 32 രാഷ്ട്രീയ പാർട്ടികളുടെയും പരസ്യത്തിനായി ചെലവഴിച്ച ആകെ ചെലവിൽ 1511.3004 കോടി രൂപ, അതായത് 75%-ഓളം ദേശീയ പാർട്ടികളും 496 കോടി 99 ലക്ഷം രൂപ, അതായത് ഏകദേശം 24% പ്രാദേശിക പാർട്ടികളുമാണ് ചെലവഴിച്ചിട്ടുള്ളത്. യാത്രാ ചെലവുകളും സ്റ്റാർ ക്യാമ്പയിനറുകൾക്കുമായി വളരെയധികം നീക്കിവെപ്പും നടന്നിട്ടുമുണ്ട്. യാത്രയ്ക്കായി ചെലവഴിച്ച 795 കോടി രൂപയിൽ 765 കോടി രൂപ പാർട്ടിയിലെ ഉന്നത നേതാക്കളെ കൊണ്ടുപോകുന്നതിനാണ് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് നേതാക്കൾക്കായി ചെലവഴിച്ചത് 30 കോടി രൂപയുമാണ്. സുതാര്യതയെക്കുറിച്ചുള്ള നിരവധി ആശങ്കകളും ADR റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. NCP, CPI, JMA, ശിവസേന എന്നിവയുൾപ്പെടെ 21 പാർട്ടികളുടെ പ്രസ്താവനകൾ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ECയുടെ വെബ്സൈറ്റിൽ ലഭ്യമല്ലായിരുന്നു. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ മത്സരിച്ച 2024 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ RJD, LJP, AJICU, KC എന്നിവയുടെ ചെലവ് പ്രസ്താവനകൾ ലഭ്യമല്ല. അതേസമയം ജമ്മു കശ്മീർ, PDP, കേരള കോൺഗ്രസ് M എന്നീ 2 പാർട്ടികൾ മത്സരിച്ചിട്ടും ചെലവ് 0 എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആകെ 690 അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചപ്പോൾ അരുണാചൽ പ്രദേശിൽ 1, ആന്ധ്രാപ്രദേശിൽ 74, ഒഡീഷയിൽ 35, സിക്കിമിൽ 2 എന്നിവ ഒരേ സമയം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു. ഈ പാർട്ടികളുടെ ചെലവ് പ്രസ്താവനകളുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി വിശകലനം ചെയ്തിട്ടുമില്ല. തെരഞ്ഞെടുപ്പുകളിൽ കള്ളപ്പണത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിപ്പിച്ച സുതാര്യത മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി സാധ്യമാകുന്നിടത്തോളം DD അല്ലെങ്കിൽ RTGS വഴിയിലേക്കുള്ള ഇടപാടുകളിലേക്ക് പരിമിതപ്പെടുത്തണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷിക്കുന്നതിന് സമാനമായി പാർട്ടി ചെലവുകൾ നിരീക്ഷിക്കാൻ നിരീക്ഷകരെ നിയമിക്കണമെന്നും ADR ECയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.